ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ട്രെയിലർ റിയാക്ഷൻ വീഡിയോസ് പൊതുവേ ചെയ്യാറുള്ളത് ഓരോരോ സിനിമയുടെ ട്രെയിലർ വരുമ്പോൾ അല്ലെങ്കിൽ ടീസർ വരുമ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഈ ആഴ്ച റിലീസാവാൻ തയ്യാറെടുത്തിരിക്കുന്ന സിനിമകളുടെ ട്രെയിലറുകൾ ഒരുമിച്ച് കാണാനാണ്. ആശാൻ, ആശകളായിരം, അനോമി, വിത്ത് ലവ് തുടങ്ങിയിട്ടുള്ള സിനിമകളാണ് ഈ ആഴ്ച ഒരു ഹൈപ്പോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ട്രെയിലേഴ്സ് കാണാം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ഒറ്റ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് സ്കിപ്പ് ചെയ്ത് കാണാമല്ലോ. ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കാണാം. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലോ മറ്റോ ആണ് മമ്മൂക്ക ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചൊക്കെ സംസാരിച്ച്, അതായത് ഒരുപാട് ബോഡി ഷെയ്മിങ് നേരിട്ടാണ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തുടക്കകാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അഭിനയത്തിൽ എല്ലാവരെയും ഷെയിം ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ദ്രൻസ് വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുകഴ്ത്തലുകളുണ്ടായിരുന്നു. ഈ സിനിമയിലെ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ സിനിമയുടെ തിരക്കഥ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജോൺ പോൾ ജോർജ് ആണ് എന്നുള്ളതാണ്. ഗപ്പിയുടെ തിരക്കഥയും സംവിധാനവും അദ്ദേഹമാണ് ചെയ്തത്. അമ്പിളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അദ്ദേഹമാണ്. ഈ രണ്ട് സിനിമകളും ഗംഭീര സിനിമകളാണ്. പക്ഷേ എനിക്ക് ജോൺ പോൾ ജോർജിൻ്റെ കോൾ വരുന്നത് രോമാഞ്ചം റിലീസാവുന്നതിൻ്റെ തലേ ദിവസമാണ്. ഇപ്പോൾ നമ്മളൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പടം ഫസ്റ്റ് ഡേ കാണണം. നിങ്ങൾക്ക് എന്ത് മോശം അഭിപ്രായമാണെങ്കിലും അത് പറയണം. അതായത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ഇഴകീറി നിങ്ങൾ പറയണം. പക്ഷേ നിങ്ങൾ സിനിമ കണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതെനിക്കൊരു അപാര കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു നടപടിയായിട്ടാണ് തോന്നിയത്. ഇതിന് മുമ്പ് ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും കോൺഫിഡൻ്റായി സിനിമകൾ ഒരുക്കുന്ന, ഇപ്പോൾ കയ്യിലെ പൈസ മുഴുവൻ ഇട്ടൊരു പടം എടുക്കുന്ന സമയത്ത് ഇത്രയും കോൺഫിഡൻസ് അയാൾക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളും നമ്മുടെ ഹൃദയത്തിനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ, അയാളുടെ അടുത്ത സിനിമ വരുമ്പോൾ അതിൻ്റെ പ്രതീക്ഷ അതിഭീകരമാണ്. നമുക്ക് ആശാൻ്റെ ട്രെയിലർ കാണാം, അതിനുശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പം നീ മനസ്സിലാക്കേണ്ട അപ്പത്താ തിരക്കിലാണെന്ന്. അത് മനസ്സിലാക്കാൻ വിവരമില്ലാത്ത തലയിൽ ഇന്ദ്രിയാത്ത നിന്നെയാണ് മലയാളത്തിലെ കൈനലിക്കട്ടെ. അതൊരു KR സാറിന്റെ ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. വീട് വരെ പണയം വെച്ചിട്ട് പണം ചെയ്യുന്നേ. സൂപ്പർ സ്റ്റാർ കരൺ നായകൻ ഒരൊറ്റ ലൊക്കേഷൻ. എന്നിട്ട് കിട്ടിയോ? ഇല്ല സാർ. ഒരാൾ വിചാരിച്ചാൽ മറ്റും ഷൂട്ടിംഗ് കിട്ടും. കേട്ടേക്കറാണോ? നോ. ആശാ അനന്തൻ അസിസ്റ്റന്റ് ഡയറക്ടർ. ആശാ പറഞ്ഞ ഈ ഫ്ലാറ്റിൽ എല്ലാവരും കേൾക്കും. ഞാൻ പറഞ്ഞ ബാഹുബലി ഷൂട്ട് പണ്ണ ക്യാമറ. ഓ പഴയതാ. ഞാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. ആശാ എന്തോ ഇത്ര വെപ്രാളം? ഒരു പൊടിക്കും ഒതുക്കി. അവൻ മറ്റേ കൊണത്താപ്പള്ളിയുടെ ആടല്ലേ, പണം പിടിക്കുകയല്ല. ഇതെന്തിനാ ഇങ്ങനെ ജീവിക്കും ഭൂമിയിൽ? തൊണ്ട പൊട്ടിച്ചാവുന്ന എല്ലാം ചെയ്തിട്ട് അവസാനം കോമഡി കാണിച്ചു ബോറടിച്ചു. വലിയൊരു ട്വിസ്റ്റൊക്കെ വേണ്ടേ? പൈസന്റെ പറ്റുമോ? എന്റെ ജഡം കാണാതെ നിങ്ങൾ പോകും. അയാളുടെ കുഞ്ഞാണ് ആ സിനിമ. ചെലവ് നന്നാവും, എനിക്കൊന്നും പിഴയ്ക്കും. എന്നാലും അവന്റെ കുഞ്ഞാണ്. ഇങ്ങനാണോടാ സിനിമ? സിനിമ എന്ന് വെച്ചാൽ ടെക്നിക്കുകൾ. സുഗുണം പോകരുത്. എന്നോടുങ്ങാത്ത ജീവിതാസക്തികൾ, തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ? സ്വന്തം തന്നെ. സിനിമാമോഹിയായിട്ടുള്ള ആശാൻ ഒരു ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബലംപിടുത്തമൊക്കെ ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല ഈ ഫ്ലാറ്റുകളിലൊക്കെയുള്ള കെയർ ടേക്കർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ മറ്റേ അധികാരമെടുക്കൽ കുറച്ച് കൂടുതലായിരിക്കും.
ചില സമയത്ത് അത് ആവശ്യമാണ്, പക്ഷേ ചില സമയത്ത് ഭയങ്കര ഓവറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, പക്ഷേ സിനിമാ മോഹിയായിട്ടുള്ള ഒരാൾ, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു. അപ്പോൾ അയാൾക്ക് ഭയങ്കര ആവേശമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ പാസ്റ്റും പ്രസൻറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത്. പക്ഷേ ഞാൻ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് എന്താ പറയുക, ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ പറയുന്നൊരു ഒരു കഥ പറച്ചിൽ രീതി എന്നുള്ളത് മാറിയിട്ട് കുറച്ചും കൂടി ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഈ പറയുന്ന പാസ്റ്റും പ്രസൻറ്റും ഒക്കെ മിക്സ് ചെയ്ത് വേറെ തന്നെ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ളൊരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡയറക്റ്റ് കഥ പറച്ചിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് കുറേ ലെയേഴ്സ് ഉണ്ടാവും, നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരിക എന്ന് പറയുന്ന പോലെ ഹ്യൂമറിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഷൂട്ടിംഗ് സെറ്റ്, അവിടെ ഉണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും എല്ലാം ചേരുന്ന ഒരു പാക്കേജ്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു സിനിമ എന്ന് പറയില്ല, അങ്ങനെയാണ് ശരിക്കും ഈ സിനിമ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ എക്സ്പെക്റ്റേഷൻ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയല്ല. ചില ആൾക്കാർ പറയും ട്രെയിലർ കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന്. ട്രെയിലർ അവർ ഇറക്കിയിരിക്കുന്നത് നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കി തരാൻ, നമ്മളെ തിയേറ്ററിലേക്ക് എത്തിക്കാനാണ്. ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ട്രെയിലർ കണ്ടിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കൂടി നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള ഒരു സിനിമയാണ്. ജോൺ പോൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ആൻഡ് ഇന്ദ്രൻ സേട്ടൻ, ജോമോൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമകളിൽ അവർ തന്നെ ചെയ്തിട്ടുള്ള ജലസിംഹം പരിപാടികളുടെ ഒക്കെ കുറച്ച് അവശിഷ്ടങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇയാൾ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. ഒരുപാട് സ്കോപ്പുള്ള ഒരു അഭിനേതാവായിട്ട്. എന്താണെന്ന് പറയുക, നമുക്ക് മലയാളത്തിൽ ചില പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ഒരു രൂപഗുണമൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാത്തരം കഥാപാത്രങ്ങളും നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ നിറവും പൊക്കവും വണ്ണമുള്ള ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഓരോ വേഷങ്ങളും ചെയ്യാനുള്ള അഭിനേതാക്കൾ ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജോമോന് ചെയ്യാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. അയാളത് വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു അവസരം കൂടി കിട്ടുന്നു. ഇന്ദ്രൻ ചേട്ടൻ്റെ പ്രകടനം. പിന്നെ എനിക്ക് ഇതിൻ്റെ മ്യൂസിക് പരിപാടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ജോൺ പോൾ തന്നെ. മ്യൂസിക് ഡയറക്ടർ, റൈറ്റർ, ഡയറക്ടർ ഒക്കെ ജോൺ പോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിമൽ ജോസ് തച്ചിലാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. വിഷ്വൽസ് ഭയങ്കര രസമുണ്ട്, വളരെ വൈഡായിട്ടുള്ള ഫ്രെയിമുകളും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ കളറിങ് പരിപാടികളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ജോയ്നർ തോമസ് ആണ് ഇതിൻ്റെ കളറിസ്റ്റ്. സപ്ത വിഷനാണ് കളർ ചെയ്തിരിക്കുന്നത്. ആൻഡ് എഡിറ്റർ കിരൺ ദാസ് ആണ്. ഓഡിയോഗ്രഫി MR രാജകൃഷ്ണൻ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അജീഷ് ആൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. മൊത്തം ഭയങ്കര രസമുള്ള ഒരു ബഹളമയമായിരുന്നു. ഈ ട്രെയിലർ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഫുൾ ഓൺ ഇങ്ങനെ ചാർജായിട്ട് നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു ആ ഒരു മൂഡ് തന്നെയായിരിക്കും. ഒരു ഷൂട്ടിംഗ് സെറ്റ്, അവിടെ ഒരുപാട് തിരക്കിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സിറ്റുവേഷൻ ഒരു റഷുണ്ട്. ആ റഷ് നമുക്ക് ഈ ട്രെയിലറിൽ കിട്ടുന്നുണ്ട്. സിനിമയിലും അങ്ങനെ ഒരു വെൽ പാക്ഡ് ആയിട്ട് പോയിട്ട് ഒരു കറക്റ്റ് സമയത്തിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ എഡിറ്റിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ പാക്ഡ് ആയിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സിനിമ കാണുന്ന അത്രയും സമയം നമ്മളെ ആ ഒരു മൂഡിൽ നിർത്തി എൻജോയ് ചെയ്യിപ്പിക്കാൻ സിനിമയുടെ സംവിധായകന് സാധിക്കട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ അടുത്ത ട്രെയിലറിലേക്ക് പോവുകയാണ്. ആശകൾ 1000 എന്ന് പറയുന്ന സിനിമയാണ്. G. പ്രജിത്താണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ ഒരു വടക്കൻ സെൽഫി, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ തുടങ്ങിയിട്ടുള്ള സിനിമകളാണ്. രസമുള്ള ഒരു കഥ പറച്ചിൽ രീതിയുള്ള ഒരു സംവിധായകനാണ്. ആൻഡ് ഈ സിനിമയുടെ ഒരു വലിയ സെല്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ജയറാമും കാളിദാസ് ജയറാമും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് സ്ക്രീനിൽ വരികയാണ്. അതും അച്ഛനും മകനുമായിട്ട്. അച്ഛനും മകനുമായിട്ട് അഭിനയിച്ച ആ കുട്ടിക്കാലത്തെ, കാളിദാസിൻ്റെ കുട്ടിക്കാലത്തെ സിനിമകൾ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് കാളിദാസ് അതിഗംഭീരമായ വേഷങ്ങൾ ചെയ്യാൻ പാകത്തിന് വളർന്നു നിൽക്കുന്നൊരു അഭിനേതാവാണ്. ജയറാം ഏട്ടൻ്റെ കുറച്ച് കാലത്തിന് ശേഷം അങ്ങനെ തന്നെ പറയാം. കാരണം പുള്ളി ഈ ഇടയ്ക്ക് കുറച്ച് സിനിമകൾ ചെയ്തെങ്കിലും വലിയ ഗ്യാപ്പ് ഇട്ടുള്ള സിനിമകളാണ്. മാത്രമല്ല ആകെ 2 സിനിമകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ റിലീസായിട്ടുള്ളത് മലയാളത്തിൽ. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നോക്കിയിരിക്കുന്ന ആശാ ശരത്, ഷറഫുദ്ദീൻ, ഇഷാനി കൃഷ്ണ, ആനന്ദ് മന്മഥൻ, അഖിൽ NRD, രമേഷ് പിഷാരടി തുടങ്ങിയൊരു വലിയ താരനിരയുമായിട്ട് വരുന്ന സിനിമയാണ്. നമുക്ക് സിനിമയുടെ ട്രെയിലർ കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. നാട് മുഴുവൻ നിരങ്ങി ഇങ്ങനെ സിനിമയും കണ്ട് 4 നേരം ഫുഡും കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഇവനൊന്നും ഒരു ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ബേസിക്കലി ഞാൻ ഒരു ആക്ടറാണ് ഈ വിക്രം ചെയ്തതിനേക്കാളും നന്നായി എന്നാണ് എല്ലാരും പറയുന്നത്. നീ ആക്ടിംഗ് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ക്ലാസ് എടുക്കാനും സമയമില്ല. അയ്യോ, എടുക്കാനല്ല, അറ്റൻഡ് ചെയ്യാൻ. ഐ ലൈക്ക് ഇറ്റ്. സിനിമയിലെ ഒരു ഗോഡ് ഫാദർ മസ്റ്റാ. സുമിത് സാർ, ഞാൻ നിന്റെ ഗോഡ് ഫാദർ ആവും. ഇനി ഒരു സനൽ കാര്യം ദേവ്. തുറന്ന് പറഞ്ഞേക്കാം. ഞാൻ എന്റെ ജോലി വിട്ടു. അപ്പൊ കുടുംബത്തിനൊരു വരുമാനം വേണ്ടേ? വേണം. നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും, പക്ഷെ സിനിമയ്ക്ക് എന്നെ ആവശ്യം. പറഞ്ഞു. വെൽക്കം ടു മലയാളം സിനിമ. നമുക്ക് പട്ടി ഷോ ഇറക്കേണ്ട സമയമായി. അത് നിന്റെ രീതിക്ക് ആയിക്കോട്ടെ, പക്ഷെ ഷോ ഇറക്കണം. ഒരു
ഒരു മത്സരമാകുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇവിടെ ഇത്രയും പ്രശ്നമാണെങ്കിൽ ദുൽഖർ സൽമാൻ ഈ പ്രണയിലേക്ക് അവസ്ഥ ഉണ്ടായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യണം അത് നമ്മൾ അർഹിക്കുന്നുണ്ടോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് വിട്ടേക്കണം. പിന്നെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി ജീവിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് ധൈര്യമായിട്ട് ഓടി അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അച്ഛൻ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. എനിക്കതില്ല. ജീവിതത്തിൽ തോറ്റു മാത്രം ശീലമുള്ള ഒരാൾക്ക് ജയിക്കാനൊരു അവസരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ തുറന്നു പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് തന്നെ ഞാനൊരു ഫാമിലി മാനായി പോയില്ലേ. ഐ വാണ്ട് ടു സീ ദിസ്. ഈ സാധനം എനിക്ക് കാണണം. ഈ ജയറാമിനെ എനിക്ക് കാണണം, ഈ കാളിദാസിനെ എനിക്ക് കാണണമെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ എന്ന് പറയുന്ന ഒരു ഫീല്. അഭിനയമോഹിയായിട്ടുള്ള മകൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഈ കരിയറിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാത്തിൽ നിന്നും മാറി കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഓടി നടക്കുന്ന ആളുകളെ കളിയാക്കുന്നൊരു പ്രവണതയുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകെ കിടന്നിട്ട് എന്തിനാടോ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ചോദ്യം. എന്നാൽ അതേസമയം അതിനൊരു ഈ പറയുന്ന ആഗ്രഹമൊക്കെ ഉണ്ടാവും. അതിൻ്റെ പുറമേയുള്ള പൊലിമ മാത്രം നോക്കിയിട്ടുള്ള ആഗ്രഹമൊക്കെ ആയിരിക്കും. പക്ഷേ ആക്ച്വലി വലിയ കഠിനാധ്വാനം ഒന്നും ചെയ്യാൻ നടക്കുന്ന ആളുകളുമുണ്ട്. ഈ പറയുന്ന രണ്ട് സൈഡ് നമ്മളിതിൽ കാണണമല്ലോ. പക്ഷേ ഇതിൽ അച്ഛൻ ക്യാരക്ടർ, ജയറാമേട്ടൻ്റെ ക്യാരക്ടർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അയാളും സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സ്വപ്നങ്ങൾക്ക് വേണ്ടി നടക്കുകയും അത് നടക്കാതെ വന്ന് ജീവിതമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകണ്ടെന്നൊക്കെ ചിന്തിച്ച അങ്ങനെ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളൊരു ഒരച്ഛനാണത്. ആ കഥയും എന്തായാലും നമ്മൾ സിനിമയിൽ കാണുമായിരിക്കും. പിന്നെ നമ്മുടെ തിയറി ഓഫ് ക്ലീഷേഴ്സൊക്കെ വെച്ചുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് അയാളും സിനിമാ മോഹിയായിരുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ്. ആ സിനിമ ഭ്രാന്ത് അയാൾക്കൊന്നും സമ്മാനിച്ചിട്ടില്ല. അവസാനം അയാൾ ഫാമിലി മാനായിട്ട് ഒതുങ്ങി. മകനും ആ വഴിക്ക് പോകുന്നത് കാണുമ്പോൾ അയാളുടെ സങ്കടമായിരിക്കും. പിന്നെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു ലൈനാണ്, കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ തുടർച്ചയാണെന്ന് പറയുന്ന ആ ഒരു ലൈനിൽ ഈ മക്കളെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ മകൻ്റെ സിനിമാ ഭ്രാന്ത് വന്നിരിക്കുന്നത് അച്ഛനിൽ നിന്ന് തന്നെയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ക്ലൈമാക്സ് പോയിൻ്റൊക്കെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷേ മൊത്തത്തിലുണ്ടല്ലോ മലയാള സിനിമ എന്നുള്ള ഈ കവിഞ്ഞ് എനിക്കൊരു തമിഴ് ഫിലിം വൈബൊക്കെയാണ് കിട്ടിയത്. പ്രത്യേകിച്ച് കാളിദാസ് അവിടെ ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നിട്ടുള്ള ആഘോഷ പരിപാടികളും അത്തരം ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു തമിഴ് വൈബുണ്ട്. മിക്കവാറും ഇത് ഡബ് ചെയ്ത് തമിഴിൽ ഇറക്കി കഴിഞ്ഞാലും ജയറാമിനും കാളിദാസ് ജയറാമിനും ഒക്കെ തമിഴ്നാട്ടിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ അവിടെയും ഡബ് ചെയ്ത് റിലീസ് ചെയ്യാവുന്നതാണ്. മൊത്തത്തിലൊരു ഒരു ഫീൽ ഗുഡ് വൈബുണ്ട്, ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട്, ഒരു സന്തോഷം. ജയറാമേട്ടൻ തന്നെ പറഞ്ഞ പോലെ ഫാമിലി മാനായി പോയില്ലേ. അപ്പോൾ ഒരു ഫാമിലി സ്റ്റോറി കാണുമ്പോൾ ഒരു സുഖം, ഹ്യൂമർ നന്നായിട്ട് വർക്കാവുന്ന ഒരു സിനിമയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആൻ്റണി ജോസഫും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഷഫീഖ് VB ആണ്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ സനൽ ദേവാണ്. മ്യൂസിക് ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല ഓളത്തിൽ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഇതിൻ്റെ കളറിംഗ് പരിപാടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശ്രീക് വാര്യറാണ് കളർ ചെയ്തിട്ടുള്ളത്. ഇവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും മൊത്തം ഭയങ്കര രസമുണ്ട്, നല്ല വൈബ്രൻറ്റ് നമ്മൾ പറയില്ല ആ ഫീൽ ഗുഡ് വൈബ് ഇതിൻ്റെ വിഷ്വലിലുടനീളം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ജയറാമേട്ടൻ്റെ ഡയലോഗ് കാളിദാസ് ജയറാം പറയുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതായത് ഇങ്ങനെയുണ്ട് ഒരു തോൽവി. അത് സന്ദേശം സിനിമയിൽ ചേട്ടൻ കഥാപാത്രത്തിനെ നോക്കി അനിയൻ കഥാപാത്രം പുച്ഛിക്കുന്ന എന്നാലും ഇങ്ങനെയുണ്ട് ഒരു തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെഫറൻസ് പരിപാടികളും കൂടി വരുമ്പോൾ മൊത്തത്തിൽ നല്ല ഓളമായിരിക്കും ഈ സിനിമ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. നമുക്കിനി അടുത്ത സിനിമയുടെ ട്രെയിലർ കാണാം. ഈ ആഴ്ച റിലീസാവുന്ന അനോമി എന്ന സിനിമയുടെ ട്രെയിലർ. റഹ്മാനും ഭാവനയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റിയാസ് മാരത് സംവിധാനം ചെയ്തിരിക്കുന്നത്, അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമയാണ്. DOP സുജിത് സാരംഗാണ്. മ്യൂസിക് ഡയറക്ടർ ഹർഷവർദ്ധൻ രാമേശ്വറാണ്. കിരൺ ദാസാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. DI സ്റ്റുഡിയോ പോയറ്റിക് സ്റ്റുഡിയോ ആണ്. ആൻഡ് കളറിസ്റ്റ് ജയദേവ് തിരുവൈപ്പട്ടി. റീ റെക്കോർഡിംഗ് മിക്സർ ഫസൽ A ബക്കറാണ്. നമുക്ക് സിനിമയുടെ ട്രെയിലർ കാണാം, എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ഈ മിസ്സായിരിക്കുന്ന സിയാൻ ഒരു സൈക്കാട്രിക് ഹിസ്റ്ററി ഉള്ള പേഷ്യൻ്റാണ്. കുറച്ച് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും. ഹായ്, എനിക്ക് പുള്ളീനെ ഭയങ്കര ഇഷ്ടം. എങ്ങനെയാണോ പോലീസുകാർ കൂടിയത്? Silence felt like fate.
such a bastard. It's time to expose the devil's face. Are you clear? Yes, sir. ഷാ Truth was locked behind that door. Don't try to frame me. I have people. Pull the trap, the pages slow. ഞാൻ ചുമ്മാ പറയുന്നതല്ല പ്രസാദേ, നിന്നെ ഞാൻ കൊല്ലും. കോടതിക്കും പോലീസിനൊക്കെ പരിമിതികളുണ്ടാവും. പക്ഷെ കാണാതായത് എന്റെ അനിയനല്ലേ. So I don't give a shit about anything or anybody. And I'll go to any extent to find him. ഷാ ഷാ what a mix, man. കിഡിലും പരിപാടി. എനിക്ക് ആ അവസാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ ആ മ്യൂസിക് അതിൻ്റെ കൂടെ ആ സൗണ്ടിങ് അവർ യൂസ് ചെയ്തേക്കുന്നത്, ആ ബാസ്കറ്റ് ബോളിൻ്റെ സൗണ്ട് അത് അവിടെ പ്ലേസ് ചെയ്യാന്ന് പറയില്ലേ, അവിടെ പ്ലേസ് ചെയ്ത് അതിൻ്റെ കൂടെ ആ കയ്യടിയുടെ സൗണ്ട് എല്ലാം കൂട്ടിയിട്ട് ഭയങ്കര രസമുണ്ട്. എനിക്ക് മൊത്തത്തിൽ അതിൻ്റെ ഒരു മിക്സിങ് പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്തിട്ടുള്ളത് ഫസലിക്ക. അദ്ദേഹത്തിന് കുറച്ച് ദിവസം മുമ്പാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത്. അത് 2024 പുരസ്കാരമാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്തിട്ടുള്ളത് പുള്ളിയായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ ഇപ്പോൾ അവാർഡ് കിട്ടിയതിന് ശേഷം റിലീസാകാൻ പോകുന്ന സിനിമയാണ്. അദ്ദേഹത്തിന് ഞാനൊരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ വിഷ്വലും സൗണ്ടും മൊത്തം പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഏകദേശം നമുക്ക് ഇതിൻ്റെ ട്രെയിലറിൽ തന്നെ കിട്ടുന്നുണ്ട്. ഭാവനയുടെ സഹോദരനെ കാണാതാവുന്നു. മിക്കവാറും റഹ്മാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കും അന്വേഷിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ആ ഒരു അന്വേഷണ പരിപാടിയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ടിപ്പിക്കൽ പോലീസ് അന്വേഷണം അല്ല, പുള്ളിയുടേതായിട്ടുള്ള ഒരു രീതിയാണ്. അതെല്ലാവർക്കും അങ്ങനെ വിശ്വസനീയമായി തോന്നണമെന്നില്ല. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്ക് അന്വേഷിച്ചു, അതായത് പോലീസിൻ്റെ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന് തോന്നുമ്പോഴേക്കും ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നൊരു സഹോദരി. അവരിങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ റഹ്മാൻ നായക കഥാപാത്രമാണെന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്വേഷണവും ഭാവനയുടെ അന്വേഷണവും ഒരു സമയത്ത് ഒരുമിച്ച് ചേരുകയും അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ ഒരു പാറ്റേണിലാണെന്ന് തോന്നുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. അതായത് ഭാവന, റഹ്മാൻ മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള എല്ലാ അഭിനേതാക്കൾക്കും ഒരുപാട് പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള, ഇപ്പോൾ പറഞ്ഞില്ലേ ഈ അനിയൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അയാൾക്കൊരു സൈക്കാട്രിക് ഹിസ്റ്ററി ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സീക്വൻസുകൾ ഉണ്ടാവും. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതും ഒക്കെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മൊത്തത്തിൽ എനിക്ക് ഒരു തിയേറ്ററിൽ കണ്ട് വിലയിരുത്താനുള്ള എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥിരം പരിപാടികളിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ഹോളിവുഡ് സ്റ്റഫ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് തോന്നുന്നത്. ബാക്കി നമുക്ക് തിയേറ്ററിൽ കണ്ടിട്ടാണ് വിലയിരുത്താൻ പറ്റുക. നമുക്കിനി അടുത്ത ട്രെയിലറും കൂടി നോക്കാം. വിത്ത് ലവ് എന്ന് പറയുന്ന സിനിമയാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള അഭിഷൻ ജീവന്ത് ഈ സിനിമയിൽ നായകനായി അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അനശ്വര രാജനാണ് ഇതിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൗന്ദര്യ രജനീകാന്തും മകേഷ് രാജും ചേർന്നിട്ടാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് മദനാണ്. ഷോൺ റോൾഡനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അടിപൊളി. ശ്രേയസ് കൃഷ്ണയാണ് ഇതിൻ്റെ DOP. എഡിറ്റ് ചെയ്തിട്ടുള്ളത് സുരേഷ് കുമാറാണ്. സൗണ്ട് മിക്സിംഗ് സുരേൻ ജി ആണ്. കളറിസ്റ്റ് സുരേഷ് രവിയാണ്. നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. There is a only possibility form. The directional cannot be reversed. The solution of வாங்க என்ன பண்ண இப்ப நீ? நான் திருச்சியில படிக்கிறப்போ அனிஷான்னு ஒரு பொண்ணு, ஏஞ்சல்னா நம்ம மைண்ட்ல ஒரு இமேஜினேஷன் இருக்கும்ல, அதுக்கு அப்படியே மேட்ச் ஆகும். ஐ லவ் யூ. இன்னைக்கு எப்படியாச்சும் அவன்கிட்ட சொல்லணும்னு முடிவு பண்ண. கனவுல எல்லாம் வர அவள்கிட்ட இன்னைக்கு எப்படியாச்சும் சொல்லிடலான் இருக்கேன்டா. ஒழுங்கா நீ போய் சொல்லிடு, இல்லைன்னா வேற ஏதாவது முந்திக்குவாங்க. அவளுக்கு ஆல்ரெடி ஒரு நிமிஷம், எனக்கு ஒரு ஐடியா. உங்க லைஃப்ல ஒரு அன்எக்ஸ்பிரஸ் லவ் இருக்கு, என் லைஃப்லயும் இருக்கு. நம்ம ரெண்டு பேரும் அவங்களை கண்டுபிடிச்சு அவங்கள்ட்ட ப்ரப்போஸ் பண்ணக்கூடாது? புரியல. செம்ம ஐடியா. കുറേ മലയാളികളുണ്ടല്ലോ. இந்தியாக்குள்ள எங்க இருந்தாலும் கண்டு பிடிக்கிறோம், கண்ட பாக்குறோம், காதல சொல்றோம், திரும்ப வந்து கல்யாணத்தை பண்றோம். சாரி. நான் பார்த்து
பார்த்துட்டே இருக்க கண்டிப்பா ஒரு எஃபோர்ட் கூட போடல நீ இல்லைங்க போட்டேன் கொஞ்சம் கம்மியாக போட்டேன் அவ்வளோ. ஒரு கால் கூட பண்ணல ப்ரோ நீ. ப்ரோ எனக்கு ப்ரோல கூப்பிடுறீங்க? ஷான் ரால்டன். நான் சொல்றதை கேட்கறதுக்கு யார் இருக்கா? இவ்வளோ சீப்பா பிஹேவ் பண்ணல நீ. ரிலேஷன்ஷிப் இதெல்லாம் ஒன்றும் அவ்வளோ பெரிய மேட்டரே கிடையாது. அவகிட்ட பேசு. அவ டெசிஷன் எதுவா இருந்தாலும் அதை ரெஸ்பெக்ட் பண்ணு. ஹேய் முஸ்லீம் பண்ற அனிஷா லவ்லாம் உங்க வீட்ல ஒத்துக்க மாட்டாங்க. ஏய் நீ என்ன லவ் யூன்னு கெட்ட வார்த்தைலாம் பேசுற? கம்முனு போடா. அல்லாஹ் അയ്യോ, ആമ്പിള്ളേരുടെ ഒരു ഏജിൽ പെൺകുട്ടികൾക്കും ഉണ്ടാവും, പക്ഷേ ആമ്പിള്ളേരുടെ ഒരു ഏജിൽ നമ്മൾ ഈ പ്രേമിക്കാൻ ഒരാളെ കിട്ടുക, നമ്മുടെ സങ്കല്പത്തിലൊത്ത ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളും സാരങ്ങളൊക്കെ എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതേപോലെ ഇവർ +2 പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ പ്രേമം, അതാരാണോ അവരെ കണ്ടെത്തുക, അവരെ പോയി പ്രപ്പോസ് ചെയ്യുക എന്ന് പറയുന്ന ആ പ്ലാനാണ്, അതെന്താണ് എന്നുള്ളതാണ്. 2 വ്യക്തികൾ അവർ മീറ്റ് ചെയ്യുന്നു, അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള പ്രണയം അത് എക്സ്പ്രസ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര. അപ്പോൾ ഓഫ് കോഴ്സ് അതൊരു യാത്രയാണ്, കുറേ സ്ഥലങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഭാഷ അറിയാത്തതിൻ്റെ കാര്യങ്ങൾ, ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു, ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരുന്നു. ഒരു റിലേഷൻഷിപ്പ് വർക്കാവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഒരുമിച്ച് ട്രാവൽ ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ മറ്റേ ആൾ എങ്ങനെയാണ്, എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്നൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ട് ഒരുമിച്ച് പോകുമെങ്കിൽ ഈ പറയുന്ന ഡിഫറൻസസ് ഉള്ളപ്പോഴും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഫോർവേഡ് ചെയ്യാന്ന് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് അതായിരിക്കാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു യാത്ര കഴിയുമ്പോഴേക്കും നായകനും നായികയ്ക്കും ഇഷ്ടം വരികയും അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഒരു യാത്രയിലൊക്കെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ അവർ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഹാപ്പി മോഡിൽ പോകുന്ന സിനിമ അനുഭവമായിരിക്കും വിത്ത് ലവ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അനശ്വരയുടെ ആ +2 കാലഘട്ടമൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സൂപ്പർ ശരണ്യയിലെ എക്സ്പ്രഷനും പരിപാടികളൊക്കെ ഓർമ്മ വന്നു. എന്തായാലും ഈ പ്രായത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ, ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്, പിന്നെ ഈ പറയുന്ന മെച്യൂരിറ്റിയുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് റിയാക്ട് ചെയ്യുക, എന്തായിരിക്കും സംഭവം എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ കണ്ടറിയാം. മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു, വിഷ്വൽ ഭയങ്കര രസമുണ്ടായിരുന്നു, ഒരു ഓളം ഉണ്ടായിരുന്നു, ഒരു വൈബ്രൻറ്റ് ഫീലില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ നിലനിർത്തിക്കൊണ്ടാണ് അവർ ട്രെയിലർ ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് തിയേറ്ററിൽ കണ്ടിട്ട് വിലയിരുത്താം. സോ ഇത്രയും സിനിമകളാണ്. ഇത് കൂടാതെയും സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ട്രെയിലേഴ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഈ ദിവസം ഇത്രയുമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ കണ്ടിട്ടുള്ള ഈ 4 സിനിമകളുടെയും ട്രെയിലറുകൾ വെച്ചുകൊണ്ട് 4 സിനിമകളും തിയേറ്ററിൽ കാണാനുള്ളതുണ്ട് എന്ന് പറയുന്നൊരു ഫീലാണ്, ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്ക് തരുന്നത്. ഈ വെള്ളിയാഴ്ച നമ്മുടെ തിയേറ്റർ ഓണേഴ്സൊക്കെ വളരെ ഹാപ്പി ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.